അസ്സലാമു അബായ സ്റ്റൈൽ കഫ്താൻ ടോപ്പാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ ക്ലോത്താണ് വാങ്ങിയിട്ടുള്ളത്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ക്ലോത്ത് നമ്മൾ ഡബിൾ ഫോൾഡിൽ മടക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ മുകൾ ഭാഗം ഈ ഷോൾഡർ ഭാഗം മടക്ക് വശം തന്നെ വരണം. നമുക്ക് ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. ലെങ്ത്ത് 45 ഇഞ്ചും 1 ഇഞ്ച് സീം അലവൻസും ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സ്ലീവോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ടോപ്പ് വെട്ടിയെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. 7 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ പോയിൻറ്റിൽ നിന്നുമാണ് നമ്മൾ സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ നേരെ പിടിച്ചിട്ട് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. 18 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ സ്ലീവ് റൗണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ സ്ലീവ് റൗണ്ട് എത്രയാണോ അത് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ 3 ഇഞ്ചാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. പ്ലീറ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിൽ കൂടുതലായിട്ട് എടുക്കാം. ഞാൻ കുറച്ച് പ്ലീറ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഉള്ളോട്ടേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് നെക്ക് വൈഡ് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ലെങ്ത്ത്, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഭാഗവും കറക്റ്റാണോ 3 ഇഞ്ച് എന്ന് നോക്കിയിട്ട് വേണം റെഡിയാക്കിയെടുക്കാൻ. ഇനി ബാക്ക് നെക്ക് ലെങ്ത്ത് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി ഏറ്റവും താഴ് ഭാഗത്ത് ഫ്ലെയർ നമുക്ക് 14 ഇഞ്ചാണ് സീം അലവൻസോട് കൂടിയിട്ടാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് നമ്മൾ ആം ഹോളിൻ്റെ അവിടെയൊക്കെ ഷേപ്പ് ചെയ്യാൻ ചെയ്യുന്നത് പോലെ ഒരു 1.5 മാർക്ക് ചെയ്തിട്ട് നേരിയൊരു റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഈ സൈഡിൽ നിന്നും സ്ലീവിൻ്റെ ഈ സൈഡിൽ നിന്നും താഴോട്ടേക്ക് ഇങ്ങനെ വരച്ചെടുക്കുക, ഷേപ്പ് ചെയ്ത് എടുക്കുക. നമ്മളിതാ കംപ്ലീറ്റ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പാർട്ടും ഫ്രണ്ട് പാർട്ടും എല്ലാം ഒന്നായിട്ടാണ് ഉള്ളത്. നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗമൊന്നും കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നില്ല. നമുക്കടുത്ത് കൈഭാഗമാണ് വെട്ടിയെടുക്കുന്നത്. താഴോട്ടേക്ക് വരച്ച അതേ രൂപത്തിൽ വെട്ടിയെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ആണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഫ്രണ്ട് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് നിവർത്തിയെടുക്കുക. എന്നിട്ട് ഫ്രണ്ട് നെക്ക് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ വെട്ടിയിട്ട് നിവർത്തിയെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്കിതിൻ്റെ കയ്യിലേക്കുള്ള ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ബാൻഡിൻ്റെ റൗണ്ട് 10 ഇഞ്ചാണ്. ഇതിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചുമാണ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇത് നമുക്കിനി ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബാക്കി വന്ന പീസിൽ നിന്നുമാണ് നമ്മളിത് എടുക്കുന്നത്. ഇത് ഡബിളായിട്ട് എടുത്തിട്ട് ഇതിനോട് 1/2 ഇഞ്ച് 3 വശവും 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്തിട്ടെടുക്കാൻ. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു.
ഇനി ഇത് നമുക്ക് നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഈ ക്യാൻവാസ് നമുക്ക് അയൺ ചെയ്തെടുക്കാം. നമ്മൾ രണ്ടും അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ മറച്ചിട്ട് നമുക്ക് ഇതിന് ഒരു ലൂപ്പ് വെച്ച് കൊടുക്കണം. അപ്പുറത്ത് ബട്ടൺ കൊളുത്താൻ വേണ്ടിയിട്ടാണ് ഇത്. ലൂപ്പ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉൾഭാഗത്താക്കിയിട്ട് സെൻറ്ററിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് രണ്ട് സൈഡും അടിച്ചെടുക്കുക. നമ്മളത് അടിച്ചെടുത്ത് മറച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നെക്കിന് വെക്കാനുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ തുണി ക്രോസ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു പീസ് തികയാതെ വരികയാണെങ്കിൽ ഇതേ അളവ് തന്നെ അങ്ങനെ വെച്ചിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്ത് തമ്മിൽ കൂട്ടിയിട്ട് നെക്കടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് നെക്ക് ഇങ്ങനെ ക്രോസ് പീസ് വെച്ചിട്ട് റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഭാഗമൊന്നും നമ്മൾ എന്ത് ചെയ്യണം, വിട്ടിട്ട് വേണം അടിച്ചെടുക്കാൻ. ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ പീസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിട്ടു കൊടുക്കുന്നത്. റൗണ്ട് ചെയ്ത് അടിച്ചതിന് ശേഷം ഇതുപോലെ മറച്ചിട്ട് അടിച്ചു കൊടുക്കുക. സ്ലീവിൻ്റെ ഉള്ളോട്ടേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് മടക്കി തയ്ക്കുക. 2 വശവും അതിൽ കൂടുതലായിട്ട് മടക്കി തയ്ച്ചെടുക്കുക. ഇങ്ങനെ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക. ഇങ്ങനെ 2 സ്ലീവിൻ്റെ ഭാഗവും ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് നമുക്ക് 1 ഇഞ്ച് ആണെങ്കിൽ 1 ഇഞ്ച്, അല്ലെങ്കിൽ 1/2 ഇഞ്ചിൽ നമുക്കിതിൻ്റെ സൈഡ് അടിക്കാം. അതുപോലെ തായ് ഭാഗവും മടക്കി തയ്ച്ചെടുക്കാം. തയ്ച്ചെടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആണ് തയ്ച്ചെടുക്കേണ്ടത്. ആ ഒരു 2 ഇഞ്ച് അവിടെ ഓപ്പൺ ആയിട്ട് എന്നിട്ട് ഇങ്ങനെ വേണം തയ്ച്ചെടുക്കാൻ. നമ്മളിത് സൈഡൊക്കെ തയ്ച്ച് തായ് ഭാഗം മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നെക്ക് ക്രോസ് പീസൊക്കെ വെച്ച് അടിച്ചെടുത്ത് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് സ്ലീവിൻ്റെ ബാൻഡാണ് ചെയ്തെടുക്കേണ്ടത്. സ്ലീവിൻ്റെ ഈ ഭാഗം ഇതുപോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ബാൻഡ് ചെയ്യാം. ഇനി തായ് ഭാഗം നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ട് ബാൻഡിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അടിച്ചിട്ട് ഇങ്ങനെ നൂല് വലിച്ചിട്ടാണ് പ്ലീറ്റ് ഇട്ടിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളത് അതുപോലെ പ്ലീറ്റ് എടുക്കാം. എന്നിട്ട് ബാൻഡിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ഉൾവശത്ത് നിന്നുമാണ് നമ്മൾ ഇങ്ങനെ ബാൻഡിലേക്ക് വെച്ച് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ബാൻഡിൻ്റെ ക്യാൻവാസ് വെക്കാത്ത ഭാഗത്ത് വെച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ. ഫസ്റ്റത്തെ അടി ഇങ്ങനെ ഉള്ളിലാക്കിയിട്ട് ഈ ഒരു രീതിയിൽ വേണം അടിച്ചെടുക്കാൻ. എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ട് അടിക്കുകയാണ് വേണ്ടത്. അവിടെ അടിച്ചു കഴിഞ്ഞാൽ നല്ല വശത്തേക്ക് ഇങ്ങനെ മടക്കിയിട്ട് പതിച്ചടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പുറത്തൊരു ബട്ടണും വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം. ഇത് ആർക്കും എളുപ്പത്തിൽ അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കഫ്താനാണിത്. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.